ഓ ഗൈസ് നോക്കൂ, രാവിലെ കൃത്യം 6 മണി. ഗൈസ് നോക്കൂ, എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഞങ്ങൾ തൊട്ട് ബേക്കി കാണുന്ന ഈ ഒരു വാഹനം മൊത്തം കാറുകളാണ്. ഇതിനകത്ത് ടാറ്റ സഫാരി അങ്ങനെ കുറെ സെറ്റപ്പ് വണ്ടികൾ. ഗൈസ് ഇതൊക്കെ ഇതിനകത്തുണ്ട്. ഹായ് ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഈ ഒരു ട്രക്ക് ഫുള്ള് നമ്മുടെ തുമ്പി, അതായത് നമ്മുടെ നിഹാല് കൊണ്ടുവന്ന ആ കാറുകളാണ്. അതായത് ഇത് ഡൽഹിയിൽ നിന്ന് ഗൈസ് HR രജിസ്ട്രേഷൻ. ഈ കാണുന്നൊരു വലിയ കണ്ടെയ്നറാണ്, ഒരു പടുകൂറ്റൻ കണ്ടെയ്നർ എന്ന് വെച്ചാൽ ഒരു പടുകൂറ്റൻ കണ്ടെയ്നർ. ഇതിനകത്ത് ഫുള്ള് നമുക്ക് ആവശ്യമായ നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ അങ്ങനെ തുമ്പി നിഹാൽക്ക കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരൻ്റെ വണ്ടി ഇപ്പം ഇതിനകത്ത് നടക്കും. കാരണം നേരത്തെ ഇറക്കണ്ടായിരുന്നു. അപ്പം പറഞ്ഞ് ഞങ്ങൾ ഇത്രയും നേരം വരെ പിടിച്ചു നിർത്തി. കണ്ടോ, പാവം ഭായിനെ ഇത്ര നേരം എന്താ പിടിച്ച് കഥ പറഞ്ഞ് പിടിച്ചു നിർത്തിയാക്കണം. ഹായ്, ആപ്കാ നാം ക്യാ ഹൈ? മൻസൂർ. ഘർ കിധർ ഹൈ? ജാർഖണ്ഡ്. ഗൈസ് നോക്കൂ, HR രജിസ്ട്രേഷൻ വണ്ടിയാണ്. ജാർഖണ്ഡുള്ള ആളാണ് ഈ വണ്ടിയും കൊണ്ട് വന്നത്. ഞങ്ങൾ വരാൻ താമസിച്ചുകൊണ്ട് പുള്ളിക്കാരൻ ഇതേപോലെ കഥ പറഞ്ഞ് തിരിച്ചു വന്നു. ഇതാണ് നമ്മുടെ വണ്ടികളുടെ ഓരോ താക്കോലുകള്. ഇത് എന്തിനാന്ന് എനിക്കറിയില്ല. ഇത് സഫാരിയുടെ 2019 സഫാരി, ഇത് സഫാരി, 2016 സഫാരി, ഇത് 2015 സഫാരി, ഇത് 2015 ഫോർച്യൂണർ. ഓ ഗൈസ് നോക്കൂ, സ്വിച്ചാട്ടോ പരിപാടി. ഓ സ്വിച്ച് അവൻ ഓപ്പറേറ്റ് ചെയ്യും, ഹൈഡ്രോളിക് സെറ്റപ്പാ. ഓപ്പൺ കർ. നമ്മളോട് മാറാൻ ചേട്ടാ, മാറാൻ അതിരിക്കാൻ മാറിയിരിക്കാം. ഹൈഡ്രോളിക്കാ? ഓ ഞാൻ വിചാരിച്ചിരുന്ന വേറെന്താ സെറ്റപ്പാന്ന് കേട്ടോ. ഇതിൻ്റെ അകത്ത് എത്ര വണ്ടി ഉണ്ടായിരുന്നു മൊത്തം? അതിൽ എത്രണ്ണം പോയി? 2 ഇറക്കി. 2 തൃശ്ശൂർ ഇറക്കി. എന്നൊക്കെ? ഒരു BMW, ഒരു ക്രിസ്റ്റ. തൃശ്ശൂർ വിറ്റു, അത് കൊടുത്ത ഓൾറെഡി. ഗൈസ് നോക്കൂ, കണ്ടുകൊണ്ടാണ് അത് തൃശ്ശൂരും ഇവിടെ നിർത്തി. നോക്കൂ കാണൂ ഈ കാറുകൾ. എൻ്റെ പൊന്നെ, തുടക്കം തന്നെ കാണുന്ന കിടിലൻ 2 സഫാരി കേട്ടോ. അടിപൊളി സഫാരി ആണല്ലോ. അടിയിലെ സാധനം കൊള്ളാം. ഇടിവെട്ട് സാധനം വളഞ്ഞത് തന്നെ അല്ലേ? ഗൈസ് നോക്കൂ, എൻ്റെ പൊന്നെ, ഇത് ഫുള്ള് ഹൈഡ്രോളിക് സെറ്റപ്പ് ആട്ടോ. ഇറങ്ങി പോകാൻ പറഞ്ഞോ? ഫുള്ള് ലോക്ക് ചെയ്ത് വെച്ച പോലെയായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കാണുന്നത്. കണ്ടെയ്നർ സെറ്റപ്പ് ഇല്ലേ, ഷിപ്പ് അതേ സെറ്റപ്പ് തന്നെ ഇതിന്റെ അകത്ത് അല്ലേ? ഗൈസ് നോക്കൂ, കഴിഞ്ഞ എത്ര ദിവസം പോയി നിന്നിട്ട് എത്ര വണ്ടിയും കൊണ്ട് വന്നത്? 10 ദിവസം കൊണ്ട് പോയി. ഈ ഡൽഹി മൊത്തം നടന്ന് തപ്പി കണ്ടുപിടിച്ച് ഓരോ വീടുകളിൽ ചെന്ന് സാധനം എടുത്തുകൊണ്ട് വന്ന കേട്ടോ. ഇതത്ര സിമ്പിൾ പരിപാടിയൊന്നുമല്ല ഒരു വണ്ടി ഒപ്പിക്കുക എന്നുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ കച്ചവടക്കാരുടെ അടുത്ത് വേണേൽ വണ്ടി അങ്ങനെ എടുക്കാം. അതല്ലാതെ നടന്നു കഴിഞ്ഞാൽ പാർട്ടി എടുത്ത് ഇതുപോലെ വണ്ടി വെക്കണം. അതാണ് ഏറ്റവും നല്ല കാര്യം. എന്നാലും നമുക്ക് ഇവിടെ വില കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലേ തുമ്പി ചേട്ടാ? തുമ്പി 2 വാക്ക് സംസാരിക്കും തുമ്പി. അവൻ പറഞ്ഞു കേട്ടില്ലേ, വില വെക്കണം എങ്കിലേ ഇവിടെ നമുക്ക് കറക്റ്റ് കൊണ്ടുവന്ന് വിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? രാവിലെ ഇപ്പൊ സമയം എത്ര കറക്റ്റ്? 6:30 ആട്ടെ. എന്നെ 6 മണിക്ക് വന്ന് വിളിച്ചതാണ്. ഇതെന്നാ സൈറിനടിക്കുന്നത്? ടെൽക്കോ? എന്തിന്റെ കമ്പനി? അതെ, അവിടെ എന്തോ വലിയ കമ്പനിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഉണ്ടല്ലോ ഈ വാഹനങ്ങൾ ഓരോന്നായിട്ട് ഇറക്കണം. ലിവിനെ, നമ്മളെ ഇത് കാണുമ്പോ എനിക്ക് ഓർമ്മ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ വണ്ടി ഷിപ്പ് ചെയ്തില്ല, കറക്റ്റ് ഗ്യാപ്പിൽ കൂടെ കയറുന്നത്. എടാ എല്ലായിടത്തും ലൈറ്റ് ഒക്കെ ഉണ്ടോ സെവിന്? എനിക്ക് ഇതുണ്ടോ? എന്നോട് പറഞ്ഞു വന്നേ 9,000 രൂപ. 9,000 രൂപ. ബാക്കി അലവൻസ് സംഭവങ്ങളാണ് 45,000 രൂപ പോയി മൊത്തം. അലവൻസും ഡീസലും ഒക്കെ പിടിച്ച് അങ്ങനെ മൈലേജ് കിട്ടും. ശമ്പളം കൊടുക്കണം, അല്ലേ ഇതേപോലെ എണ്ണയൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 26 വയസ്സ്. 26 വയസ്സുള്ളവന് 9,000 രൂപ, എല്ലാം കൂടെ കൂടി 45 രൂപ. ഈ ഹെവി വണ്ടി അവിടുന്ന് ഓടിച്ചോണ്ടിരുന്നതിനൊക്കെ സമ്മതിക്കണ്ടേ? ഒറ്റയ്ക്ക് ഫസ്റ്റ് വണ്ടി ഇറങ്ങും കേട്ടോ. ഫസ്റ്റ് ടാറ്റ സഫാരി ഇത് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സാധനം ഇറങ്ങും കേട്ടോ. വരട്ടെ. എൻ്റെ പൊന്നെ, ഫസ്റ്റ് വണ്ടി കേട്ടോ. ആദ്യ വണ്ടി ഇറങ്ങാൻ വേണ്ടി പോവാണ്. സംഭവം പരിപാടി കൊള്ളാം കേട്ടോ. എന്നല്ലേ ഈ കാണുന്ന വണ്ടികളൊക്കെ നമ്മളിങ്ങനെ ഓരോ ഓൾ ഇന്ത്യ യാത്രകളിലൊക്കെ കാണുമ്പോഴും
ഇതിനകത്ത് ഇത്രയും വാഹനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു കേട്ടോ. 5-6 വണ്ടി ഒരേ സമയത്ത് കൊണ്ടുവരാൻ പറ്റും. ഇതിന്റെ വാടക എങ്ങനെ വരെ 1.25 ലക്ഷം രൂപ അങ്ങനെ കണ്ടില്ല വാടക. നെല്ല് വെട്ടി ഇവിടം വരെ ഗൈസ് ആദ്യ വണ്ടി ഇറക്കാൻ വേണ്ടി പോവാട്ടോ ഗൈസ്. ഇത് വേണ്ടവർ ഇപ്പം തന്നെ നിഹാൽക്കാനെ വിളിച്ചോളാം. ആദ്യ വണ്ടി കവർ പൊട്ടിക്കാത്ത ഈ ദുബായിൽ നിന്നൊക്കെ ഈ പിന്നെ ഈ അല്ല ഈ പിന്നെ ആഫ്രിക്കൻ കൺട്രികളിലേക്കൊക്കെ ഈ സഫാരി കൊണ്ടുപോകുക. അപ്പോൾ അവിടെയൊക്കെ ഇതേപോലെ വണ്ടി ഇറങ്ങി കച്ചവടം ചെയ്യുന്ന ഇതുണ്ടോ. ആദ്യം സഫാരി ഇറങ്ങി കേട്ടോ. അത് വെരിക്കോർ ആണോ എന്ന് സംശയമുണ്ട്. ഇനി അടുത്തിറങ്ങുക. ഈ ഇറങ്ങുന്നത് വെരിക്കോറാ. 400 ഇറങ്ങാൻ വേണ്ടി പോവാട്ടോ. ഇത് 400 ആണോ ഹബീബേ? ആ ഗൈസ് ഈ കാണുന്നത് വെരിക്കോർ 400 ആണോ എന്ന് സംശയമുണ്ട് കേട്ടോ. ഗൈസ് സഫാരിയിലെ ഏറ്റവും നല്ല വാഹനം എന്ന് പറഞ്ഞാൽ വെരിക്കോർ 400 ആണ്. നമ്മുടേത് 140 ആണ്. 400 മൈലേജ് ഉള്ള സാധ്യതയുണ്ട്. നമ്മുടെ സെറ്റപ്പ് ആയ കാലിബർ ഉള്ള കുറച്ചും കൂടെ ഇതായ എഞ്ചിനാണ്. 4x4 വണ്ടിയാണ്. എന്ത് കുന്തൽ അതേതാ? അത് 140 ആ? 2015 140. 2019 400 വെരിക്കോർ 400. ഗൈസ് താല്പര്യമുള്ളവര് പെട്ടെന്ന് വിളിക്കാം. ഏത് നിമിഷം ഇതിന്റെ കച്ചവടം നടക്കാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ആണോ? ഏത് വണ്ടി? ഇത് കൊടുത്തോ അല്ല? അപ്പൊ ഇതോ? ഓ മൈ ഗോഡ് ഗൈസ്, ആരും കൊതിക്കണ്ട. മുന്തിരി കണ്ടു അല്ലെ മക്കളെ കണ്ടു മാമ്പും കണ്ടു ആരും കൊതിക്കണ്ട. ഞാനേ എല്ലാരും പറയാം ലാസ്റ്റ് വണ്ടി വിളിച്ചോളാം. മക്കളെ കണ്ടും മാമ്പ് കണ്ടും വിളിക്കണ്ടെന്ന്. അത് ഓൾറെഡി പേയ്മെന്റ് ആയതാ. അത് തിരുവനന്തപുരത്ത് കൊടുത്തേക്കുന്നത്. ഇത് മേളിലിരിക്കുന്നത് അമ്പലപ്പുഴ. ഇത് എന്റെ സ്വന്തം. ഇറക്കി വിട അമ്മണി ഇറക്ക്, ഞങ്ങൾ കാണട്ടെ. ഏറ്റവും സെറ്റപ്പ് വണ്ടി ഏറ്റവും നല്ല വണ്ടി ഈ സാധനം വെരിക്കോർ 400. ഇതാണ് ഇതിന്റെ പീക്ക് 2019 ലാസ്റ്റ് എഡിഷൻ അല്ലേ? ലാസ്റ്റ് ഗൈസ് ഇതിന്റെ പീക്ക് എന്നൊക്കെ പറയില്ലേ, സഫാരി സ്ട്രോമിന്റെ പീക്ക് വാഹനം എന്നൊക്കെ പറയുന്ന സാധനമാണ് ആ കാണുന്ന 400. ഓ അതൊരു വേറെ ലെവൽ വണ്ടി കേട്ടോ. എൻ്റെ കയ്യിലൊക്കെ ഉള്ള 140 ആണ്. 400 ആണ് അതിൻ്റെ ആ ഒരു ലാസ്റ്റ് വേർഷൻ. എൻ്റെ പൊന്നെ 1, 2, 3 3 സഫാരി ഒരു ഫോർച്യൂണറിലുള്ളൂ. ഇത് കൂടുതലുണ്ടായിരുന്നു. ബാക്കിയൊക്കെ തൃശ്ശൂർ കൊടുത്തല്ലേ? അപ്പൊ എത്ര വണ്ടി പറഞ്ഞു നിഹാൽക്ക? മൊത്തം 6 വണ്ടിയാണ് ഒരു കണ്ടെയ്നറില്. അല്ലെന്നേ ഈ ഒരു കണ്ടെയ്നറിന്റെ അകത്ത് എത്ര വണ്ടി കയറും? ആകെ 6 വണ്ടി കയറുള്ളൂ. ഗൈസ് നോക്കൂ, നിഹാൽക്ക പറഞ്ഞ ടോട്ടൽ 6 വണ്ടി ഇതിൻ്റെ അകത്ത് കയറത്തുള്ളൂ. ഗൈസ് ഈ ഒരൊറ്റ വണ്ടി കൊടുക്കണല്ലോ കേട്ടോ. താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം എടുക്കാം, കണ്ണും പൂട്ടി എടുക്കാം. ഇത് കിട്ടാറേ ഇല്ല, അത്ര റെയറാണ്. എല്ലാ പ്രശ്നവും പരിഗണിച്ച് ഇറക്കിയാക്കുന്ന ഒരു വണ്ടിയാണ്. ഏക വാഹനം. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ജനറേഷൻ വണ്ടിയാണ്. സൂപ്പർ വണ്ടിയാണ്. 4x4 ഉണ്ട്. പിന്നെ മൈലേജ് കൂടുതലാണ്. പിന്നെ കംപ്ലൈന്റുകൾ കുറവുള്ളൊരു വണ്ടിയാണത്. സ്ട്രോമിന് അങ്ങനെ പൊതുവെ കംപ്ലൈന്റ് കുറവാണ്. പക്ഷെ അതിലെ ഏറ്റവും പീക്കന്റ് സാധനമാണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇല്ലാത്തൊരു സാധനമില്ല. 400 ഞാൻ നേരിട്ട് ആദ്യമായിട്ട് കാണുന്നു. നീ 400 കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലല്ല, ഡൽഹി ഭാഗങ്ങളിലൊക്കെയാണ് ഏറ്റവും ഇറങ്ങിയത്. ചിന്തിച്ചാൽ മതി, നമ്മുടെ മന്ത്രിമാര് പ്രധാനമന്ത്രിമാര് എല്ലാം സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വണ്ടി ആയിരുന്നു ഇത്. ഇപ്പോഴും പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം കേരളത്തിൽ ഒരാൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യൻ ആർമി ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അത്ര സേഫ്റ്റി, അത്ര പവറുള്ള വണ്ടിയാണ് അല്ലേ? നോക്കൂ, നമ്മുടെ വണ്ടി വൈറ്റ് അല്ല, നമ്മുടെ വാഹനം പിന്നെ ഈ കാണുന്ന അവരുടെ ആ ഒരു സ്ട്രോമിൻ്റെ ഇതുണ്ട്. ആ കാണുന്ന നിറത്തിലാണ് നമ്മുടെ വാഹനം ഉള്ളത്. ഈ ഒരു വാഹനം വൈറ്റ് കളറാണ്, മേൽ കിടക്കുന്ന സിൽവറാണ്. അവിടെ എന്തോ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് പ്രശ്നം ഉള്ളതുകൊണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കറക്റ്റ് ചെയ്ത് ഇറക്കാനുള്ള പരിപാടി കേട്ടോ. ടയർ ഭാഗം വരുന്നുണ്ടല്ലോ അവിടെ ചെറിയൊരു ഗ്യാപ്പ്. നോക്കിയേ, ഇത്ര നേരം വരെ നല്ല രീതിയിലുള്ള കാർമേഘം ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയ ട്രെയിൻ തിരിച്ചു പോവാ. സെബിന്റെ ദൃഷ്ടി പതിച്ചാലേ അത് തെറ്റിച്ചു. കണ്ണ് കാണിച്ചേ, കണ്ണൊക്കെ ഉണ്ടല്ലോ. രാവിലെ എണീറ്റാ, ഞങ്ങൾ ജീവിതത്തിൽ രാവിലെ എണീറ്റില്ല. രാവിലെ 6 മണിക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്തതാ. എന്നിട്ട് പോലെ ഞങ്ങൾ ജീവിതത്തിൽ ഇത്ര രാവിലെ ഒന്നും എണീക്കാത്ത കേട്ടോ. ഇപ്പം കറക്റ്റ് എണീറ്റ് ഇത് ഇറക്കിക്കൊണ്ട് വരുവാ കേട്ടോ. ആ സാധനം ഇറക്കി വരുവാ. അതിനെ പറ്റിയ നേരത്തെ കറക്റ്റ് ഇറങ്ങി വരാത്ത 400 നോക്കിയ VX എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് പോകണല്ലോ. HR ഹരിയാന ഗൈസ് നോക്കൂ, ഹരിയാന വണ്ടി. റിവേഴ്സ് സെൻസർ, പിന്നെ സ്നോർക്കലിൻ്റെ മറ്റേ ആ 2 സൈലൻസറിൻ്റെ സാധനം. ഇത് ഇച്ചിരി തീർന്ന സാധനം കേട്ടോ. നല്ല ടയർ. കിടിലൻ ടയർ. കിടിലൻ ടയർ കേട്ടോ. ബ്രിസ്റ്റോൺ ടയർ. ഇത് സ്ട്രോം. ഇത് വെരിക്കോർ 400. വ്യത്യാസമുണ്ട്.
ഇതേ വെരിക്കോർ 400 ലാസ്റ്റ് വേർഷൻ. എൻ്റെ പൊന്നെ, കിട്ടുന്ന സാധനം. ഓ, ഇത് വേറെ മൂഡ് വണ്ടിയാണ് കേട്ടോ. എൻ്റെ പൊന്നെ, ഇത് വേറെ മൂഡ് സാധനം കേട്ടോ. ആ, ഭയങ്കര സൈലന്റ് ആണല്ലോ 400. ആ, എൻ്റെ കയ്യിലേക്ക് 400ന്റെ താക്കോല് വന്നു. സ്റ്റീറിങ് വ്യത്യാസമാണ്. പിന്നെ അതേപോലെ തന്നെ ബാക്കി കാണിക്കട്ടെ, സെൻട്രൽ കൺസോൾ വ്യത്യാസമാണ്. പിന്നെ അതേപോലെ തന്നെ ടീക്ക് വാഹനം ഇല്ല, അത് നമുക്കും അങ്ങനെ തന്നെയാണ്. ആ, ഓ, ഇത് അടിപൊളി വണ്ടിയാണ് കേട്ടോ 400. 1,90,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ എഞ്ചിന്റെ സൗണ്ട് ഏതാ ഇതിന്റെയാ? 1,90,000 ഇത് വിറ്റ വണ്ടിയാ കേട്ടോ. ഇത് വിറ്റു 1,90,000 ഓടി. ചേട്ടാ ഇത് ഏത് മോഡലായിട്ട്? ഇത് 2014. പോടുന്നു എന്റെ 2014. എന്റെ സ്റ്റിയറിംഗ് വ്യത്യാസം ഉണ്ടല്ലോ. ഇത് മറ്റേ 2015. നോക്കട്ടെ, 2014 തന്നെ 2 ടൈപ്പ് വരുന്നുണ്ടോ? സൈലന്റ് അല്ലേ? സൈലന്റ് എഞ്ചിൻ. 1,90 കിലോമീറ്റർ. 1,90 കിലോമീറ്റർ കേട്ടോ. ഇത് 96 കിലോമീറ്റർ. 1,96 കിലോമീറ്റർ കേട്ടോ. കറക്റ്റ്, ഒരു വ്യത്യാസമില്ല. പോട്ടെ. എൻ്റെ വെരിക്കോർ ഇതിന് രണ്ടിന്റെ സ്റ്റിയറിംഗ് വ്യത്യാസമാണ്. ഇതാ അടുത്ത് ഞാൻ തുറന്നില്ല, എന്നാ കൈ വെച്ചോ, ലാസ്റ്റ് നോക്കാം. എത്ര സഫാരി ഇറങ്ങി? 2 സഫാരി ഇറങ്ങി സുഹൃത്തുക്കളെ. ഇനി അടുത്ത സഫാരി ഇറങ്ങാൻ വേണ്ടി പോട്ടോ. ഇത് ലിഫ്റ്റ് സംവിധാനോ? മേളിൽ നിന്ന് താഴോട്ട് ഇറക്കുവാണ്. ലിഫ്റ്റിലാണ് നിൽക്കുന്നത്. ഇത് ഫുൾ ലിഫ്റ്റിംഗ് ആടാ. ഇത് മേളിലൊക്കെ തട്ടിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊരു കാര്യം ശ്രദ്ധിച്ചു, ഇത് നാഗാലാൻഡ് മാത്രമേ ഇന്ത്യ രജിസ്ട്രേഷൻ കിട്ടുള്ളൂ. എല്ലാ വണ്ടി HR നാഗാലാൻഡ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അവിടെ മാത്രമേ ഈ വണ്ടി ഉള്ളൂ. അവിടെ രജിസ്ട്രേഷൻ കിട്ടത്തില്ല. നീളക്കൂടുതലുള്ള സംഭവമല്ലേ, രജിസ്ട്രേഷൻ കിട്ടാൻ ചാൻസ് കുറവാണ് ഇതിന്. ഈ വണ്ടി നമ്മുടെ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. ഈ ഒരു വാഹനത്തിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. തുമ്പി ഉറുമ്പെടുക്കുന്ന പോലെ പോകുന്ന ഈ ഒരു വാഹനത്തിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഈ ഒരു വാഹനത്തില് ഈ ഒരു പർപ്പസ് മാത്രമേ ഉള്ളൂ, വേറൊരു പർപ്പസ് ഇതിൽ നടക്കൂല കേട്ടോ. ഇത് ഇതിനു വേണ്ടി തന്നെയുള്ള ഒരു ഹൈഡ്രോളിക്കൽ എന്താ പറയുക, ഒരു എന്താ പറയുക, ലോഡ് എടുക്കുന്ന ഒരു സാധനമാണിത്. ഹൈഡ്രോളിക് പരമായ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് വണ്ടി UK ആണ്, അതായത് ഉത്തരാഖണ്ഡ്. ഈ വണ്ടിയൊക്കെ കൊടുത്തതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതൊന്നും കൊടുക്കാത്ത വാഹനമായിരിക്കും എന്നാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതെല്ലാം കൊടുത്തുപോയി. ആകെ ആ ഒറ്റ ഒരു വെരിക്കോർ മാത്രമേ ഉള്ളൂ കൊടുക്കാത്ത കേട്ടോ. ബാക്കി എല്ലാ വാഹനങ്ങളും കൊടുത്തു. അബീബക്ക, ഇതൊരു മാരുതി ഇതായി പോയല്ലോ. അല്ല, ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൊടുക്കാനുള്ളതായിരിക്കും. പക്ഷെ ഇതെല്ലാം കൊടുത്തു. ഇത് മാത്രമേ കൊടുക്കാത്തുള്ളൂ. വിളിച്ചതില് നമ്മുടെ വണ്ടി എടുത്തിട്ട് ആൾക്കാർ ചോദിച്ചില്ലേ, അതില് ഇപ്പം വന്ന ഫസ്റ്റ് കണ്ടെയ്നർ വണ്ടിയാട്ടെ. ഇനി വണ്ടി വരാനുണ്ട് ഡൽഹിയിൽ 5 കണ്ടെയ്നർ. കുറെ പേര് വണ്ടികൾ അവിടെ നോക്കി വെച്ചിട്ട് അതുമായിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞ് ചെക്ക് ചെയ്ത് കൊടുത്ത് ഡയഗ്നോസ് ചെയ്ത് മെക്കാനിക്കലൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വണ്ടി എടുത്ത ആൾക്കാരുണ്ട്. ഡയറക്റ്റ് അവർ അവിടെ നിന്ന് എടുത്ത് ഡെലിവറി ചെയ്യാനുള്ള രീതിയിൽ സെറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഗൈസ് നോക്കൂ, അങ്ങനെ പല രീതിയിലുള്ള സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് വാഹനം സഫാരിയിൽ ലാസ്റ്റ് വണ്ടി ഇറങ്ങുവാണ്. അതെ, ഏതാനും നിമിഷങ്ങളിൽ അതും കൂടി ഇറങ്ങും. ഇതും വെരിക്കോർ 400 ആണ്. 400 ആണ്. ഇത് നീറ്റ് പീസ് കേട്ടോ. ഈ വണ്ടിയും വിറ്റാ, ഇതും വിറ്റാ 100% ഉറപ്പായിരിക്കും. നീറ്റ് ക്ലീൻ സാധനം. ഇതൊക്കെ ഒന്ന് കഴുകേണ്ട താമസമുള്ളൂ, വേറെ പണിയൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ എല്ലാം ഇൻറ്റീരിയൽ വ്യത്യാസമാണ് കേട്ടോ. നമ്മുടെ ഇൻറ്റീരിയൽ പോലത്തെ ഇൻറ്റീരിയലല്ല. ഇതില്ല, ഇത് വെരിക്കോർ 140 ആണ്. ഇത് 140 കേട്ടോ. ഇത് വെരിക്കോർ 140 ആണ്. ഈ കാലൊക്കെ ഇത് 140 ആണോ? നോക്കിയേ, തുറന്ന് 140 ആട്ടോ ഈ സാധനം. ഇല്ല, തുറന്നിട്ടില്ല. അവിടെയല്ല, ഇത്തേലെ അത്തല പിടിക്കണ്ടേ. ഇതേതാന്നുള്ളത് നോക്കട്ടെ കേട്ടോ. വെരിക്കോറിന്നേ ഉള്ളൂ, 140 ഇല്ല ഇതിന്. ഇത് വെരിക്കോർ, അത് തന്നെ വെരിക്കോർ. ഇല്ല, ഇത് വ്യത്യാസമുണ്ട്, മോഡൽ വ്യത്യാസമുണ്ട്. 2000 അല്ലല്ല 400 എഴുതും. ഇവിടെ എഴുത്തുണ്ടാവും. ഇതിൽ സംഭവം എഴുതും. ഇനിയിപ്പോൾ ലാസ്റ്റ് വാഹനം എന്ന് പറയുന്നത് ആ ഒരു ഫോർച്യൂണറാണ് DL. അതും കച്ചവടമായെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇതെല്ലാം ഇനി വൃത്തിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. ഈ ഡൽഹിയിലെ വാഹനങ്ങളുടെ ഒരു പ്രത്യേകതയാണിത്. ഇതൊക്കെ പൂജിച്ച് കെട്ടുന്നതാണ് തോന്നുന്നു അവിടെ. അതൊക്കെ 140 അല്ലേ? ഇതേത് മോഡലാണ്? 15-16. ഇത് 15-16. ഗൈസ് നോക്കൂ, 15-16 മോഡലാണ് ആ കാണുന്ന വണ്ടി. ലാസ്റ്റ് വാഹനം ഇറങ്ങാണ്ടി പോകാം കേട്ടോ. ഇതാണ് നമ്മുടെ DL വണ്ടി, ലാസ്റ്റ് വണ്ടി.
ഫോർച്യൂണർ. പുള്ളിക്കാരൻ ഒരു കള്ളത്തരം ഇല്ല, ഒന്നുമില്ല. സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്ന് വരുന്ന വണ്ടി ആരും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. ശരിക്കും ഡൽഹിയിൽ നിന്ന് വരുന്ന വണ്ടിയെല്ലാം ഇങ്ങനെയാണ് വരുന്നത്. ഇനി ലെവലാക്കി എടുക്കും. ഇനി അത് ചെറിയ പോളിഷൊക്കെ ചെയ്ത് എല്ലാം വേണം. കാര്യം എന്താ വെച്ചാൽ ടൗണിൽ ഓടുന്ന വണ്ടിയല്ലേ, ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ടാവും. അപ്പം അടുത്ത വണ്ടിയായ നമുക്ക് ഫോർച്യൂണറാണ് നമുക്ക് ഇറക്കേണ്ടത്. ഇത് നിസ്സാര പൈസയ്ക്കൊക്കെ ഫോർച്യൂണർ. ഇത് പുള്ളിക്കാരൻ 1000 വട്ടം പറഞ്ഞാണ് നമ്മളോട് എടുത്തോളെ. അങ്ങനെ ഇത് കസ്റ്റമർ വന്നപ്പോൾ കസ്റ്റമറിന് കൊടുത്തു. ഈ വണ്ടിയെല്ലാം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഓരോരുത്തർ ഓർഡർ ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഇനി വാഹനങ്ങൾ വരാനുണ്ട്. അങ്ങനെ ഫോർച്യൂണറും കൂടെ ഇറങ്ങാൻ വേണ്ടി പോവാണ്. അത് ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ആണോ എന്ന് സംശയമുണ്ട്. സംഭവം കലക്കി കേട്ടോ. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റ് തോന്നി. നോക്കിയേ എത്ര സഫാരി അടുപ്പിച്ച് കിടക്കണമെന്ന് നോക്കിയേ. 400. എൻ്റെ പൊന്നെ, ഇത് അടിപൊളി സാധനം കേട്ടോ. ഇതൊരു രക്ഷയില്ല സാധനമാണ്. അപ്പം 3 വണ്ടി. ഇനിയിപ്പോൾ ഒരു വണ്ടി കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വണ്ടി ഇറങ്ങുന്നു. ഗൈസ് അടുത്ത വണ്ടി ഇറങ്ങും കേട്ടോ. ലാസ്റ്റ് വണ്ടി ഇത് ഇറങ്ങുന്നു. ലാസ്റ്റ് വണ്ടി ഇത് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ആ ഒരു ഫോർച്യൂണർ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റ് കഴിയുകയാണ്. അവിടുന്ന് വരുന്നുണ്ടോ സേനെ? ഇറങ്ങി വരുന്നുണ്ടോ? അബീബിക്ക ഒന്ന് പറഞ്ഞു കൊടുത്തരാ. അബീബിക്ക വണ്ടി വരാൻ നീ പോണ്ട. ആരെ കയ്യും പറ്റിക്കുവാ. വേറെ ജീംലാല് വീട് എവിടെയാ? എടപ്പുവാ. ഗൈസ് നോക്കൂ, നമ്മൾ സബ്സ്ക്രൈബറാണ്. ഞങ്ങളെ കണ്ടിട്ട് നിർത്തിയതാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഈ സാധനം മൂത്തിക്കോട്ടെ ഇത് ഇറങ്ങുന്ന ഓരോ നോക്കിയിരുന്നു. വരട്ടെ. ഇത് വിറ്റാണോ? ഇത് കൊടുത്താണോ? ഈ ഫോർച്യൂണറും കൊടുത്താ കേട്ടോ. ലാസ്റ്റ് വണ്ടി അങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഈ വണ്ടിയും വിറ്റ്. ഇത് ചങ്ങനാശ്ശേരിക്ക് വിറ്റാണ്. 2015 4x4 ഓട്ടോമാറ്റിക്. 2015 4x4 ഓട്ടോമാറ്റിക്. എത്രയ്ക്കാണ് കൊടുത്തത്? വില പറയത്തില്ല. 2015 4x4 ഓട്ടോമാറ്റിക് ഡൽഹി വണ്ടി. ഇത് വിറ്റതാണ്. അപ്പം നിങ്ങൾക്ക് ഒരു സാധനം അത് മാത്രമേ ഉള്ളൂ. വേറെ സാധനം കൂടെ ഉണ്ട്. കണ്ടെയ്നർ ചോദിച്ചാലോ ഇത് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആണോ സെബിനെ? ആണോ? ഫോർച്യൂണർ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. എനിക്കത് അറിയത്തില്ല. ഗൈസ് ഇതിന്റെ സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആട്ടോ. അതൊന്നും വർക്കാണെന്നൊന്നുമില്ല. ഉണ്ട് വർക്ക്. ഫുൾ ഓപ്ഷൻ. ഇത് അവരവിടെ കയറ്റിയ ഡിസ്പ്ലേ ആണ്. പിന്നെ AC, ഇത് ഓട്ടോമാറ്റിക്, ഷിഫ്റ്റ് ലോക്ക്, പിന്നെ 4x4 സ്വിച്ച്, പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. ഫോർച്യൂണറിന്റെ വീല്, ക്രൂസ് കൺട്രോൾ ഉണ്ട്. ഇതിന് ക്രൂസ് കൺട്രോൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇത് പൊളിയാട്ടോ. ഇത് കൊള്ളാം. ഇത് അടിപൊളിയാട്ടോ. ചേട്ടാ ഇതിന് ക്രൂസ് കൺട്രോൾ ഒക്കെ ഉണ്ട്. ഒരു പൈസ എല്ലാ സാധനവും. കഴിഞ്ഞ ദിവസം എനിക്കൊരു 1000 രൂപ അടിച്ചിട്ട് ഞാൻ ചറപറ ലോട്ടറി എടുത്തു. പിന്നീട് എനിക്കുണ്ടായ ദുഃഖം മാത്രമാണ്. ഇവന് നീ ഒരെണ്ണം എടുക്കണം. ഒരെണ്ണം എടുത്താൽ അതാ പറഞ്ഞേ. ഇല്ല ഞാൻ കാശ് കൊടുക്കും. എന്റെ കാശ് സെപ്പറേറ്റ് കൊടുക്കണേ. അടിച്ചാൽ ഷെയർ പോകും. അതുകൊണ്ടാ മിണ്ടണ്ട. അതെ, ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ സേഫായിട്ട് സൂക്ഷിക്കണം കേട്ടോ. നീ മുറുക്കാൻ്റെ കൊടുത്ത് കിട്ടി കവറാന്നും പറഞ്ഞത് കളഞ്ഞാക്കരുത്. നോക്കൂ, വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ് രാവിലെ ആണല്ലോ ചീറിപ്പാഞ്ഞ് വരുന്നതാണ്. നമ്മുടെ ലോഡുകളെല്ലാം ഇറക്കി കഴിഞ്ഞു. ഇതിന്റെ പൈസ കൊടുത്ത് സെറ്റിൽമെന്റ് ആയതാ. പിന്നെ എങ്ങോട്ടാ പോകുന്നത്? വോൾവോ എടുക്കാൻ വേണ്ടിയാ? ഇതിനും ബാംഗ്ലൂർ വോൾവോ എടുക്കാൻ വേണ്ടിയാണ്. ഇവൻ ഒറ്റയ്ക്കുള്ള ചേട്ടാ? ഒറ്റ ഡ്രൈവറേ ഉള്ളോ? വേറെ ആരും ഇല്ല? മുതലാളിക്ക് ലാഭം. അവന് ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് കാസർഗോഡ് നിന്ന് തിരിച്ച് വീണ്ടും ബാംഗ്ലൂർ. അല്ല, എത്ര രൂപ ശമ്പളം? 45,000 രൂപ. അല്ല, 50 രൂപ എടുത്തോണ്ട് എല്ലാം കൂടെ കഴിഞ്ഞ് 50,000 രൂപ കിട്ടും. നഷ്ടമല്ലേ? 100% നഷ്ടമാണ്. നമ്മുടെ ഡ്രൈവർമാർ ഇത് കൂടുതൽ കേരള ഡ്രൈവർമാർ സമ്പാദിക്കണം. ട്രക്ക് 40,000 രൂപയ്ക്ക് ഓടിക്കാൻ നഷ്ടമാവും. ലോകത്തുള്ള എല്ലാവരും തെറിയും കേൾക്കണം, എല്ലാ ആറ്റമാരെടുത്തും കയറണം, എല്ലാ പോലീസുകാരും ഇവരെ പിടിക്കും അല്ലേ? ചേട്ടാ ഇവന് മാമൂല് പ്രശ്നം ഉണ്ടെന്ന് കൂടെ ഒന്ന് ചോദിച്ചേട്ടാ. ഇത് പൊക്കുന്നുണ്ടോ? അവസാന വട്ട സംഭവങ്ങൾ ഇതാ പൊക്കുവാണ്. ഇതേ പൊക്കുന്നു. എത്ര? 600. എൻ്റെ അമ്മേ, 600 വണ്ടിയുള്ളൊരു കമ്പനിയുടെ വണ്ടിയാട്ടോ ഇത്. വണ്ടി പൊക്കി കയറ്റുക കേട്ടോ. അവസാന പരിപാടി എല്ലാം കഴിഞ്ഞ് സാധനം ഇതേ തിരിച്ച് മേളിൽ കയറ്റി. 600 വണ്ടിയോ?
ഞാനല്ല അവൻ പറഞ്ഞോ ട്രെയിൻ പോകുന്നുട്ടോ കമ്പനിക്ക് പാവം ഗൈസ്, അവൻ അന്നത്തെ ജീവിതത്തിന് വേണ്ടി ഇത് ഓടിക്കുന്നു. भैया आपको आरटीओ का इशू है? प्रॉब्लम नहीं है? मालिक देखेगा? ഗൈസ്, ഇവർക്ക് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലെന്നാണ്. അപ്പോൾ ഇത് കമ്പനി വണ്ടിയാണ്, VR-ലൊക്കെ പോലെ. അവർക്കൊന്നും ഈ RTO അങ്ങനെയുള്ള സംഭവ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. 1, 2, 3 വണ്ടി ഉള്ളവനാണ് അനുഭവിക്കുക. ഈ കൂടുതൽ വണ്ടിയുള്ളവർക്ക് അങ്ങനെ വലിയ മാമൂൽ പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ നാട്ടിലെ വണ്ടിയല്ല, പുറം വണ്ടികൾക്ക് അവർക്ക് അങ്ങനെ വലിയ വിഷയങ്ങൾ ഉണ്ടാകാറില്ല. അങ്ങനെ വണ്ടിയുടെ ഫ്രണ്ടിൽ നടന്നെത്തി. ഇതാണ് വണ്ടി കേട്ടോ. ഇത് അവിടുന്ന് എങ്ങനെ ഓടി വന്ന് നോക്കിക്കാടാ, എല്ലാം അടിച്ച് ചുമ്പ്രായി ഇരിക്കണം അല്ലേ. എൻ്റെ പണി, നമ്മുടെ നാട്ടിൽ ഇത് ഓടി ഇങ്ങനെ ട്രൗസർ ഊരി എടുത്തു. ഒരു ദിവസം ഇത്ര കിലോമീറ്റർ ഓടുള്ളൂ, അത് കഴിഞ്ഞ് ഇവർ നിർത്തിയിടും. ഒരു ദിവസം ഇത്ര കിലോമീറ്റർ ഓടുള്ളൂ ഇവര്, കണ്ടിന്യൂസ് അങ്ങനെയൊന്നും ഓടുന്നില്ല. 300 കിലോമീറ്റർ ആണ്, 300 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇവർ നിൽക്കും. ഓ ഭയ്യാ, ഏക് ദിൻ 300 കിലോമീറ്റർ ആണ്. ഒരു ദിവസം 300 കിലോമീറ്റർ ഈ വണ്ടി ഓടത്തുള്ളൂ. ആ 300 കിലോമീറ്റർ കൂടുതൽ ഓടൂല കേട്ടോ. നെയ് ആൽക്കഹോൾ അടിക്കലെന്ന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഇവിടെ അവരെന്തോ അവരുടെ ആ ഒരു സംസ്ഥാനത്തിന് എന്തോ RTOയുടെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇത് വാഹനങ്ങൾ അടുത്തോട്ട് പോകണം, ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്താം കേട്ടോ. ഒരു വണ്ടി ഉള്ളു ഇതിൻ്റെ അകത്ത്. 6 വണ്ടി വന്നതിൽ ബാക്കിയുള്ള 5 വണ്ടിയും വിറ്റു. ഇനിയുള്ളത് ആ ഒരു ഇത് മാത്രമല്ല. ഇത് ഒരു DL ഫോർച്യൂണർ, ഇത് ഒരു ഉത്തരാഖണ്ഡ് സഫാരി, ഇത് എവർഗ്രീൻ 400, അതായത് വെരിക്കോർ 400 സഫാരി സ്ട്രോമ്. പിന്നെ അതേപോലെ തന്നെ ഈ കാണുന്നത് സഫാരി സ്ട്രോമ് 140, വെരിക്കോർ തന്നെയാണ്. 140 ആണോ 400 ആണോ എന്ന് അറിയില്ല. ഇതിന് ഇവിടെ ഉണ്ടല്ലോ മറ്റേ ആ ഒരു കറുത്ത സാധനമില്ലേ, കറുത്ത ആ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് മൊത്തം വ്യത്യാസം കേട്ടോ, ഫുള്ള് വ്യത്യാസമാണ്. അതായത് ഓരോന്ന് പറയാം കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് വ്യത്യാസമാണ്. ഇതിൻ്റെ ഇവിടെ പിന്നെ വോളിയം, ഫോൺ എടുക്കാനുള്ളത്, ഫോൺ കട്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ. ഇതല്ലേ, ഇത് അടിപൊളി സ്റ്റിയറിംഗ് കേട്ടോ. കുറച്ചും കൂടെ എനിക്ക് ഇത്രയും തന്നെ താഴത്തുള്ളൂ കേട്ടോ. ഇതാ ഒക്കെ തോന്നുന്നു. ബാക്കി മീറ്ററൊക്കെ സെയിം ആണ്. പിന്നെ ഇതിനിവിടെ അടയ്ക്കുന്ന സംവിധാനമില്ല. ഇത് എയർ ബാഗ് ഇല്ലാത്ത വാഹനമാണ്, പക്ഷെ ബേസ് അല്ലടാ. AC ഉണ്ട് കേട്ടോ. ഇതെന്നാ ഇത്? ഇതെന്താ ഇത്? ഇവിടെ എന്തൊരു ടൂൾ ഇരിപ്പുണ്ട് കേട്ടോ. ആണോ? ഇതാണ് ഇതിൻ്റെ ഗിയറ്. ഇവിടെ സ്ട്രോം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സെൻട്രൽ കൺസോൾ വേറെ രീതിയിലുള്ള സംഭവം. ഇതാ സ്ട്രോമ്, ഐപാഡ്, ഓക്സിൻ്റെ സംഭവങ്ങൾ. പിന്നെ ഇത് മറ്റേ ആ ഒരു ഹീറ്റിംഗ് സംവിധാനം കുത്തുന്നത്. ഈ 4x4 ആണ് ഇവിടെ ഉണ്ടോ അതിൻ്റെ സാധനം. പിന്നെ മീഡിയ കൺസോളും അതിൻ്റെ സംഭവങ്ങളും, ഡിസ്ക് എടുക്കുന്നു, വോളിയം കൂട്ടുന്നത്. ആണോ? വണ്ടി പോയോ? വണ്ടി എടുക്കാം, പോവാ. ഗൈസ്, ട്രക്ക് എടുക്കുക കേട്ടോ. ട്രക്ക് പോയി. എൻ്റെ പൊന്നെ, അവനവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. അവൻ നേരെ ബാംഗ്ലൂർ കാലിക്കോടി പോവാ കേട്ടോ. അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി അവൻ പോയി. കാലിക്കോടി പോവല്ലേ അവന് ലോഡായിട്ട്? ബാംഗ്ലൂർ വരെ കാലിയാ ഗൈസ്, ബാംഗ്ലൂർ വരെ കാലിയാ കേട്ടോ. നിങ്ങൾ എങ്ങോട്ട് പോവാ ബിബിക്ക? എല്ലാം വണ്ടിക്കോ? പിന്നെ അല്ല, എനിക്ക് വണ്ടി ഒന്ന് കാണിക്കണം, പരിചയപ്പെടുത്തണം. ഈ 400 എന്നെ പ്രത്യേകത ഉള്ളത് നോക്കട്ടെ. ആദ്യം ഇവിടെ ഇട്ടൊന്ന് പരിചയപ്പെടുത്തിയിട്ട് നിങ്ങൾ എവിടെ വേണം പോക്കോ. വെരിക്കോർ 400. ഇതിന്റെ ഗിയർ വ്യത്യാസമല്ലേ? 6 സ്പീഡാണ്. 6 ഗിയറും 400 ഒരു റിവേഴ്സും അല്ലേ? ഒരു ഫസ്റ്റ്, ഒരു സെക്കൻഡ്, ഒരു തേർഡ്, അല്ല ഫോർത്ത്, 5, 6, 6. നമ്മുടെ എന്ന് വെച്ചാൽ 5 റിവേഴ്സ്, ഇത് 6 റിവേഴ്സ് അല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി മനുഷ്യ, ഇറങ്ങി. 400 വേറെ മൂഡ് കേട്ടോ. ഇത് വേറെ മൂഡ് വണ്ടി കേട്ടോ. ചവിട്ടും സാധനമൊക്കെ വേറെ രീതിയിലുള്ള സാധനം. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് സ്റ്റിയറിംഗിൽ എയർ ബാഗ് ഇതുണ്ട്, ഇവിടെയൊക്കെ എന്താ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ഫോൺ കട്ട് ചെയ്യുന്ന സംവിധാനങ്ങൾ, പിന്നെ അതേപോലെ മീറ്റർ കൺസോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് വെരിക്കോർ 400 അറിയാൻ വേണ്ടി ഇതാണ് ഏക ഒരു മാർഗം എന്ന് പറയുന്ന ഒന്ന്. ഗിയർ ബോക്സിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഇതിൽ ബ്ലൂടൂത്തോ പിന്നെ അങ്ങനെയുള്ള എന്തോ ഇതന്നെ സ്പീഡ് ഡെപ്തോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇതൊക്കെ അതിൻ്റെ കൺസോളും സംഭവങ്ങളൊക്കെയാണ്. AC ഒക്കെ പവർഫുൾ തന്നെ.
എൻ്റെ അമ്മതായിട്ടോ. ഇത് ഓണാക്കണമായിരുന്നു. ഇനിയും വരികയല്ല. എ സി ഒക്കെ അങ്ങനെ തന്നെ. ഇതിന്റെ അകത്താണ് ടാറ്റ എസ്ഐന്റെ അകത്തൊക്കെ വരുന്ന യഥാർത്ഥ എഞ്ചിൻ വരുന്ന വണ്ടിയായത്. നിങ്ങൾ സഫാരി മാത്രം കേട്ടോ. ടാറ്റ എസ് എന്ന് പറഞ്ഞ വണ്ടി ഓട്ടോമാറ്റിക് കിടുക്കാച്ചി വണ്ടിയാണ്. അതെ അല്ലേ? ഇതിന്റെ ഒരു 2 മടങ്ങും കൂടെ സെറ്റപ്പ് ഉള്ള വാഹനം. അതിന്റെ സെറ്റപ്പ് ഉണ്ട്. അതിന്റെ ഓട്ടോമാറ്റിക് കിട്ടില്ല, ഓട്ടോമാറ്റിക്കാ. ഇത് കൊള്ളാം കേട്ടോ. ഈ വണ്ടിയും കളക്കം വണ്ടിയാണ്. ഇത് ഫുൾ ഓപ്ഷൻ. ഇത് ഇറങ്ങട്ടെ കേട്ടോ. ഓരോ വണ്ടിയിലൊക്കെ പോയി കയറട്ടെ. ഇതിന്റെ എൻജിൻ റൂം തുറന്നാൽ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അബീബിക്ക ആ എൻജിൻ റൂം തുറന്നേ. ഇതിന്റെ എൻജിൻ കാണിച്ചു തരാം കറക്റ്റ്. എൻജിൻ റൂം തുറന്ന്. എൻജിൻ റൂം ഞാൻ തുറന്നു വെച്ചേക്കുക. ഇതിന് കവറില്ല കേട്ടോ. ടയർ അടിപൊളി ടയറാ കേട്ടോ. ഈ ഒറ്റ വണ്ടിയല്ലേ കൊടുക്കാനുള്ളൂ? വേറൊരു വണ്ടിയല്ലല്ലോ. വേറൊരു വാഹനം ഇനി കൊടുക്കൂല. കണ്ടെയ്നർ വരാനുണ്ട്? 5 എണ്ണോ? ഒരു കണ്ടെയ്നർ വരാനുണ്ട്. അത് ലോഡാണുണ്ട്. വണ്ടികളൊക്കെ കറക്റ്റായി കിടക്കണേന് കുഞ്ഞായി കയറുന്ന കൂട്ടത്തില് വേറൊരു വണ്ടിയും കൂടെ വരാനുണ്ട്. അറിയാലോ? അതെ. നോക്കൂ, ഇനിയിപ്പം ഇതിന്റെ ഡീസൽ അടിക്കണം, അതിന്റെ ഡീസൽ അടിക്കണം, ഇതിന് ഡീസൽ അടിക്കണം, ഇതിന് ഡീസൽ അടിക്കണം. ഇതെല്ലാം പാരപ്പറ്റ ഡീസൽ വന്നേക്കണുണ്ടോ? ഡീസൽ അടിക്കണമെന്ന് പറയുന്നത് ഈ കണ്ടെയ്നർ വണ്ടീനകത്ത് വരുമ്പോൾ എത്രത്തോളം നമ്മള് എണ്ണ പറ്റിക്കാൻ പറ്റും അങ്ങനെയാണ് വണ്ടി കൊണ്ടുവരുന്നത്. വണ്ടി കണ്ടല്ലേ ഫയർ ആയത്. പിന്നെ അതേപോലെ ഷിപ്പിന്റെ പുതിയൊരു എഞ്ചിനിൽ പോകുന്നടാ. ഈ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ പഴയ എഞ്ചിനുകളൊക്കെ അമേരിക്കൻ നിർമ്മിത എഞ്ചിനുകളായിരുന്നു കേട്ടോ. ഞാനത് ഈ ഇടയ്ക്കാണ് മനസ്സിലാക്കിയത്. ഇപ്പത്തെ ഏതാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കളമശ്ശേരിയാണ്. കളമശ്ശേരി സ്റ്റോപ്പില്ലല്ലോ. സൗത്ത് നോർത്ത്. ചേട്ടാ ഇത് ഏതാ കേട്ടോ സ്റ്റോപ്പ്? ഇത് മുളങ്കുന്നത്ത് അങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനാ? സോറി, ഇത് അങ്കമാലി റെയിൽവേ സ്റ്റേഷനാ കേട്ടോ. ഇനി വണ്ടികൾ ഓരോന്നായിട്ട് പോവുകയാണ്. ഞങ്ങള് ഹോട്ടലിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇഗ്നസിന് ഞങ്ങൾ പോവാണ്. നിങ്ങൾ അങ്ങോട്ട് വന്നേരെ. നിങ്ങൾ അല്ല ഞാൻ കാര്യം ചോദിക്കട്ടെ, എത്ര പേര് ഇങ്ങനെ ഇത്ര വണ്ടി എങ്ങനെ കൊണ്ടുപോകും? വണ്ടി 2 വണ്ടി നിങ്ങൾ ഹോട്ടലിൽ കൊണ്ടിട്ടു. ഞങ്ങൾ വന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ട് വന്നെടുത്തോളാം. എന്നാ വാടക എടുക്കട്ടെ. ഓരോ വണ്ടി എടുക്കുക. എടുത്തോ. അല്ല 400 ആരാ എടുക്കുന്നത്? 400 തൽക്കാലം ഇവിടെ ഇടാൻ. അതിനാ? കാരണം നമുക്കൊന്ന് വണ്ടി അപ്പുറത്ത് കൊണ്ടിട്ട് ഡീസലൊക്കെ വെച്ചാൽ അതിൽ ഫില്ല് ചെയ്യട്ടോ. കാരണം ഗേജൊക്കെ താൻ നടക്കണം. വല്ല വഴിയിൽ വെച്ചിട്ട് അല്ലായിട്ട് നമുക്ക് പോയി അടിച്ചാലോ? അല്ല നോക്കട്ടെ. ആദ്യം എന്നെ അടിച്ചിട്ട് വേണം കേട്ടോ ഇനി എടുക്കാൻ വേണ്ടി. ഇത് അല്ല 2 എണ്ണം കൊണ്ടാ ഞങ്ങൾ തയ്യാറാ. നിങ്ങൾ 3 പേരുണ്ട്. നിങ്ങൾ 3 പേരുണ്ടല്ലേ? എന്നാ ഒരെണ്ണം ഞങ്ങൾ കൊണ്ടോ. ഇത് 1. നിങ്ങൾ ബ്രൗൺ ഇല്ലേ? ബ്രൗണ് ഒരാളെടുക്കാനുള്ള കേസേ ഉള്ളൂ. പിക്കപ്പ് ഉണ്ട്, ലോറി ഉണ്ട്. വേണ്ട. ഇതിന്റെ താക്കോല് കിട്ടി. ആ ബ്രൗണിന്റെ താക്കോൽ ആരെടുത്താ? അത് നിങ്ങൾ എടുത്തു. അപ്പം 2 ആയില്ലേ? നിങ്ങൾ ഹോട്ടലിൽ പൊക്കോ. ഈ റിസപ്ഷനിൽ ഏൽപ്പിച്ചു. ഞാൻ ബാക്കി 3 കൊണ്ടിട്ടിട്ട് അടുത്ത ട്രിപ്പ് വരാം. ഓക്കെ, കം ഓൺ ഗയ്സ്, ലെറ്റ്സ് ഗോ. അല്ല ഫോർച്യൂണർ എടുക്കുന്നു ഓട്ടോമാറ്റിക്. ഫോർച്യൂണർ ഓട്ടോമാറ്റിക് തരും. വണ്ടിക്കകത്ത് താക്കോലുണ്ട്. ഓക്കെ, കം ഓൺ. എണ്ണയൊക്കെ ഉണ്ടോ? അതിൽ എണ്ണ വേണ്ട. നിങ്ങൾ ഇതെടുത്തു. ഓട്ടോമാറ്റിക്കിൽ എണ്ണയില്ല. ഈ യൂട്ടേൺ എണ്ണ എല്ലാത്തിലും ഉണ്ട്, പക്ഷേ അറിയില്ലല്ലോ. അല്ല ഒന്ന് കീ ഓണാക്കി നോക്കാം ഓരോന്നോരോന്നായിട്ട്. എടാ ഇതിന്റെ എണ്ണ നോക്കിയിട്ട് എടുത്താൽ മതിട്ടാ. എണ്ണ നോക്കടാ. കീ ഓണാക്ക്. അടിക്കണ്ട. അതിന് എണ്ണയില്ല. അതല്ല അതോണാക്കി ഓരോ നോക്കിട്ട് പോവാം. നമുക്കൊരു സഫാരി നോക്ക്. ഓരോന്നോരോന്ന് ഓണാക്കി നോക്കട്ടെ കേട്ടോ. ഇതിന്റെ തന്നെ അവസ്ഥ. ഇതിനെന്താ 2 എണ്ണ? ഇതിനൊരു പൊടിക്കുണ്ട് കേട്ടോ. ഇതിന് പൊടിക്കുണ്ട്. ഇതിന് ഉണ്ടെന്ന് നിങ്ങൾ ഇങ്ങനെ ഇറക്കിയത് കൊണ്ടാപ്പാ. അതിനില്ല ഓരോന്നിനും എണ്ണയില്ല കേട്ടോ. ഞാൻ ഫോർച്യൂണിൽ കയറി ബെൽറ്റ് ഇട്ടു. ഇതിന്റെ AC ഒക്കെ എങ്ങനെയാടാ? AC കൂട്ടുന്നു. AC ഓണാക്കി. AC വർക്കിംഗ് ആണോ? AC വർക്കിംഗ് ആണ്. പാർക്ക് ഇത് ഓട്ടോമാറ്റിക് ആണല്ലോ. P4 ഇടുന്നു. വണ്ടി കാലി കൊടുക്കുന്നു, പോകുന്നു. ഇതിപ്പം ഡ്രൈവ് മോഡിലേക്ക് വണ്ടി മാറി. ഇതെല്ലാം മാക്രോക്കോ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു കേട്ടോ. ഒരു സാധനം കാണാൻ പറ്റിയല്ല. ഇതിന്റെ ഇതൊക്കെ തുറക്കുന്നൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വളരെ കുറച്ച് ഓടിച്ചൊരു വാഹനങ്ങളിലൊരു വാഹനമാണ് ഫോർച്യൂണർ. ഓക്കെ, ഫോർച്യൂണർ ഈ കാണുന്ന ഇതിൽ നേരെ പോവാണ്. ഇതെല്ലാം ഇനിയിപ്പോൾ എണ്ണ അടിക്കണം. അപ്പം തുമ്പിയുടെ പുറകെ പോകണം. നല്ല കാര്യങ്ങൾ നമുക്ക്. ഒരു വണ്ടി വളഞ്ഞു കേട്ടോ. വളഞ്ഞാ നമ്മുടെ വണ്ടി എല്ലാം നമ്മുടെ കൂടെ തന്നെ ഇല്ലേ? വണ്ടി ഫ്രണ്ടിൽ തന്നെ ഒരു വണ്ടി പോയിട്ടുണ്ട്. ഇന്നേഷം വണ്ടി പോയിട്ടുണ്ട്. നോക്കൂ, ഈ വണ്ടി ഇനിയിപ്പോൾ ഇവിടെ ഇട്ട് വളച്ച്
ഓരോന്നോരോന്നായിട്ട്. വെഹിക്കിൾ എത്ര ഉണ്ട്? ബാക്കി 3 വണ്ടി ഇതല്ലേ? 3 അതിനകത്ത് 6 വണ്ടി വന്നു, 2 അവിടെ ഇറക്കി, 4 വണ്ടി ഇവിടെ അല്ലേ? അടിക്കോട്ടെ ഇവിടെ മത്താപ്പ് നോക്കൂ. ഇനിയിപ്പോ ഇത് ഇവിടുന്ന് വളച്ച് നേരെ അമ്പോ പോട്ടെ. നോക്കൂ, ഇതിന് ഇവിടുന്ന് വളയ്ക്കുന്നു. ഇത് നമ്മൾ ഓരോന്നോരോന്ന് 7 തൊട്ട് വെഹിക്കിളുണ്ട്. സോ 7 തൊട്ട് വെഹിക്കിൾ സഫാരി കൊണ്ടുണ്ട്. ഇനിയിപ്പം എത്ര സഫാരി വരാനുണ്ട്? 3 ഗൈസ് നോക്കൂ, എല്ലാ വണ്ടികളും പമ്പിൽ കൊണ്ടുവന്നു. ഇനിയും 2 വണ്ടി കൊണ്ടുവരാനുണ്ട്. എനിക്കൊന്നും എടുക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ. അതിന് ശേഷം ഇതിന് എണ്ണ അടിച്ചിട്ടാണ് നമ്മൾ നേരെ എങ്ങോട്ട് പോകുന്നത്, അതായത് ഈ വാഹനങ്ങൾ കൊണ്ടുവെക്കാണ്ട് പോകുന്നത്. ക്യായേ ഓപ്പൺ ഏ ലെറ്റിൽ ഓപ്പൺ ഇതറിയേ അച്ഛാ അവിടെ ഓപ്പൺ ആക്കിട്ടോ. ഇതിൻ്റെ ഓപ്പൺ ആക്കി കൊടുത്തു. ബാക്കി എന്താണോ വരാത്ത? ബാക്കി വണ്ടി എന്നെ എടുക്കാത്തടാ? അതിനെ ബാക്കി വണ്ടി എടുക്കാത്ത തുമ്പി എന്നെ എടുക്കാത്ത? ബാക്കി വരണം. ഒരു വണ്ടിയും കൂടി ഇല്ലേ? 2 വണ്ടിയും കൂടി ഇല്ല, എന്നെ എടുക്കാത്ത? ആള് വേണ്ടേ? നമ്മൾ ആര് പറഞ്ഞു? നിങ്ങൾ എന്നാ പറയുന്നത്? ആബീബ് ഒറ്റപ്പുള്ളി അത്ത ഇരിക്കുമല്ലേ? ഡീസൽ അടിക്കണം കേട്ടോ. അതിനെല്ലാം ഡീസൽ അടിക്കണം, എന്നാലും ഇതെല്ലാം കൊണ്ടുപോയി കണക്കുള്ളൂ. നോക്കൂ, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ ഈ കാണുന്ന ഹോട്ടലാണ്. അതായത് ഞങ്ങൾ അന്ന് ഓൺലൈൻ വഴി ബുക്ക് ചെയ്താണ്. പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ, അതായത് പുതിയ ഹോട്ടൽ, ചെറിയ പൈസ അങ്ങനെ വരാൻ നേരത്തെ ഒരു ദിവസം നമ്മൾ റൂം എടുക്കുന്ന വേറെ ഹോട്ടലിൽ പൈസ ഉണ്ട് 5 ദിവസം അല്ലേ. പുതിയ ഹോട്ടൽ, പാർക്കിംഗ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ല കിടിലൻ റൂമാണ്. അതെ വണ്ടി ഞങ്ങൾ നേരെ ഇവിടെ കൊണ്ടുവന്ന് വരണം. ഇതിപ്പോൾ നജീബ് കട അവിടെ കൊണ്ടുവെക്കും. അതായത് ഇവിടെ ഉണ്ടല്ലോ കിടിലൻ റൂമുകളുണ്ട്. പിന്നെ പൈസ കുറവാണ്. ഞങ്ങളിപ്പോൾ ഏതാണ്ട് 3 ദിവസം ഇവിടെ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകും വേറൊരു സ്ഥലത്തോട്ട്. ഹൈ റിസപ്ഷൻ ഇതാണ്. ഗൈസ്, ആർക്കെങ്കിലും റൂം ബുക്ക് ചെയ്യണം എയർപോർട്ടിൻ്റെ അടുത്ത്, അതായത് കൊച്ചി എയർപോർട്ടിൻ്റെ അടുത്ത് ആർക്കെങ്കിലും റൂം ബുക്ക് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ഫോൺ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. തൊട്ടടുത്ത എയർപോർട്ടിൽ, പ്രത്യേകിച്ച് എയർപോർട്ടിൽ വരുന്നവർക്കാണ് ഇത് ഏറ്റവും സുഖകരമായ കാര്യം. ഞാൻ റൂം കാണിച്ചു തരാം. ഞങ്ങൾ താമസിക്കുന്നത് ഈ കാണുന്ന റൂമിലാണ്. 110. താക്കോലില്ല, താക്കോൽ വേറെ. സേഫ്റ്റിയാണ്, CCTV ഒക്കെ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന, ഫ്രീ വൈഫൈ. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അത് റൂമുകളൊക്കെ കാണിച്ചു തരാം. ഏതാട്ടോ റൂം ഏതൊക്കെയാണ്? റൂമുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ എയർപോർട്ടിൽ വരാൻ നേരത്തൊക്കെ, പിന്നെ എറണാകുളം ഭാഗത്തുള്ളവർക്കൊക്കെ ഇവിടെ വന്ന് റൂം എടുക്കാം. ഈ കാണുന്നതാണ് നോർമൽ റൂം. അതായത് ഞങ്ങൾ നിൽക്കുന്ന ഇപ്പം എടുത്തത് ഇങ്ങനത്തെ റൂമാണ്. വെള്ളമുണ്ട്, കിടക്കുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എ സി ഉണ്ട്, ഫാനുണ്ട്, പിന്നെ ബാത്റൂം ഉണ്ട്. അതിനെല്ലാ സെറ്റപ്പും ഉണ്ട്. അങ്ങനെ നല്ല കിടിലൻ ക്ലോസറ്റും സംവിധാനം, ചൂടുവെള്ളവും അങ്ങനെയുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. ഇനി ഞാൻ സൂട്ട് റൂം കാണിച്ചു തരാം. ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 1 മാസം 2 മാസം കൊണ്ട് ഹോട്ടലായതുകൊണ്ടാണ് നല്ല സെറ്റപ്പ് ആയിരിക്കും. പുതുമയുടെ ഒരു മണമുണ്ട് അല്ലേടാ. ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ലിഫ്റ്റ് കയറുന്നു, നേരെ ഏത് ഫ്ലോറാ? സെക്കൻഡ് ഫ്ലോറാ? യെസ്, സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്നു. അടുത്ത റൂമിൽ കാണിച്ചു തരാം. വരുന്ന ആർക്കെങ്കിലും ഉപകാരപ്പെടുക. കാരണം കുറേ ആൾക്കാർക്ക് എയർപോർട്ട് ഇവിടെ വന്നിട്ട് 2 കിലോമീറ്ററിന്റെ അടുത്താണ്. ഹിന്ദിക്കാർ, നമ്മുടെ വീട് ഇനി ഹിന്ദിക്കാർ കാണുന്നുണ്ടെങ്കിൽ ഇതർക്ക എയർപോർട്ട് മേ 2 കിലോമീറ്റർ. തമിഴ് ആൾക്കാർ കാണുന്നുണ്ട് ഇങ്ങേന്ന് അങ്ങേ 2 കിലോമീറ്റർ ഇതൊക്കെ. നമ്മളതിനെ സൂട്ട് റൂം കാണാൻ വേണ്ടി പോവാണ്. ഇത് അത്യാവശ്യം വലിയ റൂമാട്ടോ. ഇത് അത്യാവശ്യം ഒരു ടേബിളും, പിന്നെ അതേപോലെ തന്നെ ഇതുണ്ടോ ഇവിടെ വലിയ 2 AC, തേങ്ങയും മാങ്ങയും അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ടല്ലോ ഡാലിവിന്. ഇത് അടിപൊളി. യെസ്, പക്ഷെ നമ്മളെടുത്തത് വലിയ ബെഡായിരുന്നു. പൈസ നോക്കൂ, ഇവിടെ വെള്ളം ഇതുണ്ടോ, പിള്ളേർക്ക് കളിക്കാനുള്ള ബാത്ത് ടബ്, ചെറിയ സ്വിമ്മിംഗ് പൂൾ പോലത്തെ സംവിധാനവും. ഇത് കലക്കിയില്ലോ അല്ലേ. ഇതുണ്ട് ഇവിടെ നല്ല മറ്റേ കൺസീലർ ക്ലോസറ്റും അതും സെറ്റപ്പ്. അപ്പോൾ പരിപാടിയൊക്കെ സെറ്റപ്പ് ആയിരിക്കും. ഇവിടെ വെള്ളത്തിൽ പരിപാടി നടത്താൻ സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. അതായത് പിള്ളേർക്ക് വന്ന് എന്നാ പറയുക, പിള്ളേർക്കൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ റൂം, ഇവിടെ കബോർഡ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യം വന്ന് എടുത്തപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനത്തെ റൂം അല്ലായിരുന്നു. ഞങ്ങളെടുത്തത് 3 പേർക്ക് 3 ബെഡുള്ള ഇതായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്നപ്പം ആദ്യം എടുത്ത റൂം ഇതേപോലത്തെ റൂമാണ്. അന്ന് ഞങ്ങൾ ജോസ്ഫിൻ സാറും സെബിനും ഞാനും ലിബിനും ഒക്കെ ഉണ്ടായിരുന്നപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ കിടക്കാൻ വേണ്ടി റൂം എടുത്തത് 4 പേർക്ക്. അപ്പോൾ ഒരു എക്സ്ട്രാ ബെഡ് ഇട്ട് വരും. ഇതാണ് അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ടോ.
ആൾക്കാർ കൂടുതലുള്ള ഫാമിലിക്ക് ഒരുമിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ സെറ്റപ്പ് ആയിരിക്കും 4 പേർക്ക് സുഖമായിട്ട് കിടക്കാം അല്ലേ? 4 പേർക്ക് സുഖമായിട്ട് കിടക്കാം. പിന്നെ അതുപോലെ തന്നെ AC വിത്ത് ഫാന് സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. ആർക്കെങ്കിലും ഉപകാരപ്പെട്ട് നിങ്ങൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ റൂമിൽ നിന്ന് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തു. ഇതുണ്ടോ ഈ കാര്യങ്ങളൊക്കെ എടുത്തു. ഇതിനിപ്പം വണ്ടി കയറ്റാണ്. ഞങ്ങളുടെ മണിക്കുട്ടനാണ് കേട്ടോ. മണിക്കുട്ട തിരിഞ്ഞേക്കില്ലേ കൂട്ടാ? മണിക്കുട്ടൻ്റെ DM ആട്ടെ കാണുന്നത്. ഇത് ഈ കാണുന്ന എൻ്റെ കൂട്ടുകാരൻ മണിക്കുട്ടനാണ്. ചങ്ങനാശ്ശേരിക്കാരൻ, തിരുവല്ലക്കാരനാണ്. അപ്പോൾ മണിക്കുട്ടൻ്റെ 5 സീരീസാണ്. ഇതിൻ്റെ പ്രത്യേകത ഉണ്ട്. ഇത് പിന്നെ പൊങ്ങോ താഴോ എയർ സസ്പെൻഷൻ കയറ്റിയ വണ്ടിയാണ്. ഇതിൻ്റെ മെയിൻ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. എയർ സസ്പെൻഷൻ ഇത് കാണിക്കുന്നതിന് മുമ്പേ ഇതിൻ്റെ ബേക്ക് കണ്ടോ? ഇതിൻ്റെ ബേക്ക് എയർ സസ്പെൻഷൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നല്ല കിടലാക്കിയത്. ഈ തായ്ലൻഡിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വിദേശ രാജ്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ? അതിൻ്റെ എയർ സസ്പെൻഷൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റപ്പ് ചെയ്ത് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് നല്ല പ്രീമിയം ലുക്ക് സെറ്റപ്പ്. ഇതിലെന്നാ പറയുന്നത്? ഇങ്ങനെ ചെയ്യുന്നതിന് ഇത് ലേഔട്ട് എന്ന് പറയാം. ജസ്റ്റ് അത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മളൊരു ഡിസൈൻ ചെയ്ത് അല്ലേ? എടുക്കുന്നത്. 4 പിന്നെ സൈലൻസറും അതുപോലുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റ് മാറ്റുണ്ട്. മണിക്കൂട്ടാ ഒന്ന് താത്തവും പോക്കുകയും ചെയ്തത്. ഞാൻ ബേക്കിൽ നിന്ന് ആദ്യം നോക്കട്ടെ. കഴിച്ച് നോക്കി. ഇപ്പം ബേക്ക് വീല് താത്തവും പോക്കുന്നത് കാണിച്ചു കേട്ടോ. ഇതുണ്ടോ? ഉള്ളിൽ കയറി മണിക്കൂട്ടൻ ഇതുണ്ടോ? പൊങ്ങുന്നുണ്ടോ? ബേക്ക് പൊങ്ങി. ഇനിയിപ്പം ഫ്രണ്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ ഫ്രണ്ട് വെക്കിയ മണിക്കൂട്ടാ? ഇതുണ്ടോ? വണ്ടി പൊങ്ങുന്നുണ്ടോ? കലക്കൻ. ഇനി മൊത്തത്തിൽ താത്തി ഇരുത്തുകയും ചെയ്തേ. എന്താ മോനെ സാധനം. വണ്ടി റോഡിൽ അങ്ങോട്ട് ഇരുന്നു. തീർ ലുക്ക് വെരി അമേസിങ്. താങ്ക് യു. പൊക്കോട്ടെ. എത്രയാ വീലിൻ്റെ വില? എത്ര മണിക്കൂട്ടാ? 6 ലക്ഷം രൂപയാണോ ഈ 4 വീലിന്? ഇന്ത്യയിൽ നമുക്ക് മാത്രമേ ഈ വണ്ടി മാത്രമേ വീലുള്ളൂ. ഇന്ത്യയിൽ നിങ്ങൾക്ക് മാത്രമേ ഈ വീലുള്ളൂ? 6 ലക്ഷം രൂപ. ഫോർജ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇന്ത്യയിൽ ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. എന്നാ പേരെന്നാ? റെനൻ ഫോർജ്. എവിടുന്ന് ഇറക്കിയ? മലേഷ്യ. മലേഷ്യയിൽ നിന്ന് കസ്റ്റം ചെയ്തെടുത്ത ഈ കാണുന്ന കമ്പനിയുടെ വീലാണ്. ഈ കാണുന്ന വണ്ടിയുടെ അലോവീലിന്റെ വിലയാണ് എത്ര ലക്ഷം? 6 ലക്ഷം. 6 ലക്ഷം. ഓ മൈ ഗോഡ് സ്വീറ്റി.